ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടും അതേസമയം ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നെയ്യപ്പം പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അതേസമയം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ്സാണ് ഉള്ളതെങ്കിൽ അതിലെടുത്താലും മതി. ഇനി ഇത് 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കണം. നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടാലും മതി. ഇതിവിടെ കുതിർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട മറ്റുള്ള ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങ ചിരവിയതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി എറിഞ്ഞ തേങ്ങ കൊത്തും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഇത് ചെറിയ തീയിൽ നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ട് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇത് കരിഞ്ഞു പോകും. തേങ്ങ ചിരവിതിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് എള്ളൊക്കെ മൂത്ത് വന്നോളും. നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഇതിൽ തന്നെ വെച്ചാലും മതി. ചൂട് കുറച്ചൊന്ന് പോകുന്നവരെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് വേണ്ട ശർക്കര പാനി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. 3 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് വെക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് നുറുക്ക് ഗോതമ്പൊക്കെ അരച്ചെടുക്കാം. നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഈ ശർക്കരപ്പാനി നമ്മൾക്ക് ചൂടോടെയാണ് നുറുക്ക് ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. നുറുക്ക് ഗോതമ്പ് പല വെറൈറ്റിയിൽ വരുന്നുണ്ട്. ഏത് വെറൈറ്റി ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്കിനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ശർക്കര ഉരുക്കുമ്പോഴും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ കുറച്ച് കട്ടിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല അരച്ചെടുത്തിട്ടുള്ളത്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ശർക്കരയെല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കര നമ്മൾക്ക് ഇതിനകത്തേക്ക് നേരെ അരിച്ചൊഴിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിക്കാം. ശർക്കര നല്ല ചൂടോടെയാണ് ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല ചൂടുള്ള ശർക്കരപ്പാനിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി ഇത് മിക്സാക്കി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ ഇതേപോലെ ഇളക്കിയെടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ശർക്കരപ്പാനി ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ റവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ തന്നെ നല്ലപോലെ മിക്സായി കിട്ടും. നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ടാണ് ഉള്ളത്. റവയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത 2 ടേബിൾ സ്പൂൺ റവ നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് അരഞ്ഞു കാണും. അതുകൊണ്ടാണ് വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ അരയ്ക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് വേണ്ടത്
നേരത്തെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും എള്ളും കൂടിയിട്ടുള്ള മിക്സാണ്. ഇനി തേങ്ങ അങ്ങനെ വറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിലും നെയ്യപ്പത്തിന് നല്ല മയം ഉണ്ടായിരിക്കും. ഞാനിപ്പം ഇവിടെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തതിൽ ബാക്കി നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഒരുപാട് ലൂസും അല്ല, അതേസമയം ഒരുപാട് തിക്കുമായിട്ടും അല്ല ഇരിക്കുന്നത്. ഇങ്ങനെ വേണം ഇത് കിട്ടാനായിട്ട്. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുക്കുക. ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സായി കിട്ടണം. ഒരു വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെ മിക്സ് ആയിക്കോളും. ഇപ്പോൾ നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതേപോലെ ചെറിയൊരു തവി മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ എണ്ണ പാകത്തിന് ചൂടായിട്ട് വേണം നമ്മൾ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എണ്ണയുടെ ചൂടും അതുപോലെ തന്നെ നമ്മളുടെ ബാറ്ററിൻ്റെ തിക്നെസ്സും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നെയ്യപ്പം ഇതേപോലെ ഒരു കുമിളയായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്ററി കറക്റ്റാണ്. അതേപോലെ തന്നെ എണ്ണയുടെ ചൂടും പാകമാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ എണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടത്തില്ല, പുറം ഭാഗം മാത്രം മുരിഞ്ഞു വരും. ഒഴിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടുന്നത്. അതും ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ നെയ്യപ്പം ചുളിഞ്ഞ പോലെയൊക്കെ വരും. അതുകൊണ്ട് പാകത്തിന് ചൂടേ പാടുള്ളൂ. ഇനി ഞാനിവിടെ തിരിച്ചും മറിച്ചോട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ നെയ്യപ്പം ഇവിടെ തയ്യാറായി. ആദ്യത്തെ നെയ്യപ്പം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ നെയ്യപ്പം ഒഴിച്ചു കൊടുക്കാം. ചില സമയത്ത് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ 1 or 2 എണ്ണം ചിലപ്പോൾ ശരിയാവില്ല. കാരണം എണ്ണയുടെ ചൂടൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞൊന്നും വരില്ല. മൂന്നാമത്തെ നാലാമത്തേക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യത്തെ നെയ്യപ്പം ഒഴിച്ച് അത് ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ബാറ്ററിൻ്റെ അളവ് തെറ്റിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട. മൂന്നാമത്തെ നാലാമത്തേക്ക് ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങും. നെയ്യപ്പം നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ അത് തന്നെ പൊങ്ങി ഇതേപോലെ വീർത്ത് വരും. പിന്നെ നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. നമ്മളെടുത്ത ശർക്കരയ്ക്ക് നല്ല പോലെ ഡാർക്ക് കളറായിരുന്നു. അതുകൊണ്ടാണ് നെയ്യപ്പത്തിന് ഈ കളർ വന്നിരിക്കുന്നത്. ഇനി ഇത്രയും കളർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കളർ കുറഞ്ഞ ശർക്കര എടുത്താലും മതി. പിന്നെ എണ്ണയുടെ ചൂട് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നെയ്യപ്പമൊക്കെ എണ്ണ കുടിച്ച പോലെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾക്ക് ഏകദേശം 12 തൊട്ട് 15 നെയ്യപ്പം വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നെയ്യപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്